നമസ്കാരം, നിസാമാണ്. വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. മക്കളെ, നമ്മളെ K3 ഇംഗ്ലീഷിൻ്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിലെ ചോദ്യങ്ങളുടെ അനാലിസിസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെറും ഒരു അനാലിസിസ് മാത്രമല്ല, നമ്മൾ ഇനി അടുത്ത് ആരെങ്കിലും K3 എക്സാം എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ അഡീഷണൽ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യം നോക്കാം. 71ാമത്തെ ചോദ്യം നോക്കണേ നിങ്ങൾ. മാക് ഫ്ലെക്നോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഈസി ഒരു ചോദ്യമാണ് അല്ലേ. ഈ സറ്റയർ ഓൺ ജോൺ മിൽട്ടൺ, ഷാഡ്വെൽ, അലക്സാണ്ടർ പോപ്പ്, ജോണത്തൻ സ്വിഫ്റ്റ്. നമുക്കറിയാം ഇത് ഷാഡ്വെല്ലിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മുടെ ജോൺ ഡ്രൈഡൻ എഴുതിയിട്ടുള്ള പോയമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പം ഇത് ആരാ എഴുതിയതെന്ന് ചോദിച്ചാൽ ഡ്രൈഡൻ ആണ്. സോ അദ്ദേഹത്തെ എന്താണ് ഡൾനസ് ത്രോണിലേക്കുള്ള എയർ ആയിട്ടുള്ള അടുത്ത അവകാശിയായിട്ടാണ് തോമസ് ഷാഡ്വെലിനെ അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു മോക്ക് ഹെറോയിക് ആയിട്ടുള്ള ഒരു സെറ്റയർ ആണ് എന്നുള്ള കാര്യം കൂടെ അറിയാം. അപ്പം തോമസ് ഷാഡ്വെൽ, ഡ്രൈഡൻ എന്നീ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി അടുത്ത ചോദ്യം. എവ്രി മാൻ ബിലോങ്സ് ടു ദ ജോൺട്രെ മൊറാലിറ്റി, മിറക്കിൾ, ഇൻ്റർലൂഡ് ആൻഡ് മിസ്റ്ററി പ്ലേ. ഇതൊരു മൊറാലിറ്റി പ്ലേ ആണ്. മൊറാലിറ്റി പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിഗോറിക്കൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മോറൽ ക്വാളിറ്റീസ് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊറാലിറ്റി പ്ലേസ്. എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്യാരക്ടർ അലിഗോറിക്കൽ ഓരോ സാധനങ്ങൾ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മോറൽ ക്വാളിറ്റീസ് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്ലേ ആണ് കേട്ടോ. ദെൻ മിറക്കിൾ പ്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ സെയിൻസിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടുള്ള പ്ലേ ആണ്. മിസ്റ്ററി പ്ലേ എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ് കേട്ടോ, ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. സോ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ ചിലപ്പോൾ ചോദിക്കാം അടുത്ത പരീക്ഷയ്ക്ക് മിറക്കിൾ പ്ലേസിൻ്റെ അല്ലെങ്കിൽ മിസ്റ്ററി പ്ലേസിൻ്റെ അല്ലെങ്കിൽ മൊറാലിറ്റി പ്ലേസിനെ കുറിച്ചിട്ട് ചിലപ്പം ചോദിച്ചേക്കാം. ദെൻ എവ്രി മാൻ എന്ന് പറയുന്നത് 15th സെഞ്ച്വറിയിലുള്ളതാണ് കേട്ടോ, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. 15th സെഞ്ച്വറിയാണ് ഇതിൻ്റെ കാലഘട്ടം എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തിരിക്കും. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. റീഡർ, ഐ മാരീഡ് ഹിം, ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. ജെയിൻ ആയ, എലിസബത്ത് ബെന്നറ്റ്, ആഗ്നസ് ഗ്രേ, ഫാനി പ്രൈസ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു സാധനം റീഡർ ഐ മാരീഡ് ഹിം, ഇത് നമ്മുടെ ജെയിൻ എയറിൽ അവസാനത്തെ ഭാഗത്ത് റീഡറിനോട് ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ ജെയിൻ എയർ പറയുന്നതാണ്. മിസ്റ്റർ റോച്ചസ്റ്ററിനെ കല്യാണം കഴിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവരുടെ കല്യാണത്തിന് എന്ത് ചെയ്യാണ്, അനൗൺസ്മെൻ്റ് അടുത്താണ് കേട്ടോ. യെസ്, മിസ്റ്റർ റോച്ചസ്റ്ററുമായിട്ടുള്ള കല്യാണത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സാധനം പറയുന്നത്. ഇത് ആരുടെയാണ്? ഷാർലറ്റ് ബ്രോണ്ടൻ്റെയാണ്. ഷാർലറ്റ് ബ്രോണ്ടെ ഇതിൽ ഓൾറെഡി ഈ ഒരു പരീക്ഷയിൽ വേണ്ടയും ചോദിക്കുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പലതും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരാളെ കുറിച്ചിട്ട് തന്നെ ഒന്നിൽ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ വീണ്ടും വരുന്നുണ്ട്. സോ അത് ഓർത്തിരിക്കുക. ദെൻ എലിസബത്ത് ബെന്നറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈഡ് ആൻഡ് പ്രജുഡിസിലുള്ള ക്യാരക്ടറാണ്. പ്രൈഡ് ആൻഡ് പ്രജുഡിസിൽ വരുന്ന ക്യാരക്ടറാണ്. ദെൻ ആഗ്നസ് ഗ്രേയിൽ തന്നെ വരുന്നതാണ്. മാൻസ്ഫീൽഡ് പാർക്കിലാണ് ഫാനി പ്രൈസ് വരുന്നത്. മാൻസ്ഫീൽഡ് പാർക്ക് കേട്ടോ. സോ ആ ഒരു പോയിന്റ് കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കും. അപ്പോൾ ഷാർലറ്റ് ബ്രോണ്ടെ, മിസ്റ്റർ റോച്ചസ്റ്റർ, ജെയിൻ എയറുമായിട്ടുള്ള മാരേജിൻ്റെ സമയത്ത് അവസാനത്തെ ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, റീഡർ ഐ മാരീഡ് ഹിം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് റീഡറോട് പറയുന്നത് കേട്ടോ. യെസ്. ഇനി ദി എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് റേസ് എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? കാഡ്മൻ ഉണ്ട്, കൈനി വൂൾഫ് ഉണ്ട്, സെയിൻറ്റ് തോമസ് ബെക്കറ്റ് ഉണ്ട്, വെനറബിൾ ബീഡ് ഉണ്ട്. ഈ തോമസ് ബെക്കറ്റ് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വെനറബിൾ ബീഡാണ് ഈ ഒരു സാധനം എഴുതിയിട്ടുള്ളത്, എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് റേസ്. അതായത് ആംഗ്ലോ സാക്സൺ ഏർലിയർ ആയിട്ടുള്ള അതിൻ്റെ ഒരു എന്താണ് നമുക്ക് പറയാൻ പറ്റുന്ന വെച്ചാൽ സോഴ്സ് ആയിട്ട് നമുക്ക് അവരുടെ ഹിസ്റ്ററി, ആംഗ്ലോ സാക്സൺ ഹിസ്റ്ററി, ഏർലി ഹിസ്റ്ററിയെക്കുറിച്ചിട്ടുള്ള പ്രൈമറി സോഴ്സ് ആയിട്ടാണ് ഈ ഒരു വർക്കിനെ കാണുന്നത് കേട്ടോ. ആംഗ്ലോ സാക്സൺ ഹിസ്റ്ററിയെക്കുറിച്ചിട്ട് അവിടെ പറയുന്നത് കേട്ടോ. ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞ വേറൊരു സാധനമുണ്ട്. സോ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ദെൻ ദ ഓതർ ഓഫ് ആൻ അപ്പോളജി ഫോർ പോയട്രി, എ ഡിഫെൻസ് ഓഫ് പോയസി എന്ന് പറയുന്ന മറ്റൊരു പേര് കൂടെ ഇതിനുണ്ട്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തൊരു സാധനമാണ് ഫിലിപ്പ് സിഡ്നിയുടെ. അതായത് എന്ത് ചെയ്യുന്നതാണ്, പോയട്രിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അറ്റാക്കിന് എഗൻസ്റ്റ് ആയിട്ട് പോയട്രിയെ ഡിഫെൻഡ് ചെയ്യാനുള്ളൊരു വർക്കായിട്ടാണ് ഇത് വരുന്നത്. സോ ഇതിന് നമ്മൾ ദ ഡിഫെൻസ് ഓഫ് പോയസി എന്ന് പറയുന്ന മറ്റൊരു പേര് കൂടെ ഉണ്ട്, ദ ഡിഫെൻസ് ഓഫ്
പോയസി എന്ന് പറയുന്ന മറ്റൊരു പേര് കൂടെ ഇതിനുണ്ട്. സോ അതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കട്ടോ. അപ്പോൾ ദ ഓതർ ഓഫ് ആൻ അപ്പോളജി ഓഫ് പോയട്രി എന്ന് പറയുന്നത് ഫിലിപ്പ് സിഡ്നി ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. യെസ്. ഇനി അടുത്തതിൽ സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു മാത്യു ആർണൽഡ്, വില്യം ബ്ലേക്ക്, ക്രിസ്റ്റീന റൊസെറ്റി, ടി.എസ്. എലിയറ്റ്. ഇത് നമ്മുടെ മാത്യു ആർണൽഡ് ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കൾച്ചർ ആൻഡ് ആനക്കി എന്ന് പറയുന്നതിൽ അദ്ദേഹം പറയുന്നതാണ് ഒരു കൾച്ചറിൻ്റെ ഐഡിയൽ ക്വാളിറ്റീസിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. കൾച്ചർ ആൻഡ് ആനക്കി എന്ന് പറയുന്ന വർക്കിൽ കേട്ടോ. അതായത് സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ബ്യൂട്ടിയാണ്, ലൈറ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസും. ഇതാണ് രണ്ട് ഐഡിയൽ ക്വാളിറ്റീസ് ഓഫ് കൾച്ചർ എന്ന് അദ്ദേഹം കൾച്ചർ ആൻഡ് ആനക്കിയിൽ നമ്മുടെ മാത്യു ആർണൽഡ് പറയുന്നതാണ് കേട്ടോ. സോ അതുകൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇപ്പോൾ മാത്യു ആർണൽഡ് കൾച്ചർ ആൻഡ് ആനക്കി എന്ന് പറയുന്ന വർക്ക് സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് രണ്ട് ഐഡിയൽ ക്വാളിറ്റീസ് ഓഫ് കൾച്ചറിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയാം കേട്ടോ. Then a literary technique where the same beginning consonant sound is repeated. Consonant sounds ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ വിളിക്കുക? വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം ആലിറ്ററേഷൻ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു അല്ലേ. അസനൻസ് എന്ന് പറഞ്ഞാൽ വവൽ സൗണ്ട്സിൻ്റെ റിപ്പീറ്റീഷൻ ആണെന്ന് നമുക്കറിയാം. അനഫോറ എന്ന് പറഞ്ഞാലോ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ലൈൻസിൽ ഒരു ഫ്രേസോ ഒരു വേർഡോ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനഫോറ. ആഫ്രിക്ക, മൈ ആഫ്രിക്ക, ആഫ്രിക്ക ഓഫ് പ്രൗഡ് വാരിയസ്, ആഫ്രിക്ക എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ആഫ്രിക്ക 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 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് അനഫോറ. അതിനെയാണ് നമ്മൾ അനഫോറ എന്ന് വിളിക്കുന്നത്. സബ്സിക്വൻ്റ് ആയിട്ടുള്ള ക്ലോസുകളിൽ അല്ലെങ്കിൽ ലൈനുകളിൽ ഒരു വേർഡോ ഫ്രേസോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനഫോറ എന്ന് വിളിക്കുന്നത്. ദെൻ അപ്പോസ്ട്രഫി. അപ്പോസ്ട്രഫി സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനമാണ്, ഓഡിൽ കാണുന്നതാണ്. ഒരു ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരാളെയോ വസ്തുവിനെയോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്പോസ്ട്രഫി എന്ന് വിളിക്കുന്നത്. ഓഡിൽ ഉള്ള ഒരു പോയറ്റിക് ഡിവൈസാണ് അപ്പോസ്ട്രഫി. ആബ്സെൻറ്റ് പേഴ്സണെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്പോസ്ട്രഫി എന്ന് വിളിക്കുന്നത്. സോ അടുത്ത പരീക്ഷയ്ക്ക് വന്നാൽ കൃത്യമായിട്ട് എഴുതുമല്ലോ. യെസ്. അപ്പോൾ അസൊണൻസ്, അനഫോറ, ആലിറ്ററേഷൻ, അപ്പോസ്ട്രഫി കൃത്യമായിട്ട് നോക്കി വെക്കും. ഇനി അടുത്തത് ദ ഓതർ ഓഫ് എ പാസേജ് ടു ഇന്ത്യ, E.M. ഫോസ്റ്റർ, റുഡിയാർഡ് കിപ്ലിംഗ്, ജോർജ് ഓർവെൽ, ജോസഫ് കോൺട്ര. കുറച്ച് കൺഫ്യൂസിങ് ആണ്, ബട്ട് നിങ്ങൾക്ക് അറിയാം ഇത് E.M. ഫോസ്റ്റർ ആണ് അല്ലേ. യെസ്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 1924 ഈ വർക്ക് വരുന്നത് കേട്ടോ. ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിനെ കുറിച്ചിട്ടും ദ ടെൻഷൻ ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ആൻഡ് ദ നേറ്റീവ് ഇന്ത്യൻസ് തമ്മിലുള്ള ആ ടെൻഷനും കൂടെയൊക്കെയാണ് അതിൽ വിവരിക്കുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. ദെൻ ജോസഫ് കോൺട്രാഡ് വരുമ്പോൾ നമുക്ക് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്സിനെ കുറിച്ചിട്ട് പറയാം. അത് കഴിഞ്ഞ തവണ ചോദിച്ചിരുന്നു തോന്നുന്നു കേട്ടോ, ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആരായത് എന്നുള്ളത്. സോ അത് ഓർത്തിരിക്കുക. ദെൻ 221B ബേക്കർ സ്ട്രീറ്റ് ഈസ് ഫേമസ് ലോഡ്ജിങ്. ഇത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ലേ. ആരാ? യെസ്, ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസ് ആരാ എഴുതിയത്? നമ്മുടെ അറിയാം കോണാൻ ഡോയിലാണ് അല്ലേ. ഡോയിലിൻ്റെതാണ്, ആർതർ കൊണാൻ ഡോയിലിൻ്റെ ആണ് ഈ ഒരു സാധനം നമുക്കറിയാം. ദെൻ ഹെർക്യൂൽ പോയറ. ഇത് നമ്മുടെ അഗത ക്രിസ്റ്റിയുടെ ക്യാരക്ടർ കേട്ടോ. പോയറ അഗത ക്രിസ്റ്റിയുടെ നമ്മുടെ ഷെർലക് ഹോംസ് പോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവാണ് കേട്ടോ. അഗത ക്രിസ്റ്റിയുടെ തന്നെ പോറ കേട്ടോ. ഹെർക്യൂൽ പോറെ. ദെൻ ഡ്യൂപ്പിൻ എഴുതിയിട്ടുള്ളത് നമ്മുടെ എഡ്ഗർ അലൻ പോൻ്റെ ക്യാരക്ടറാണ് കേട്ടോ. എഡ്ഗർ അലൻ പോയുടെ ക്യാരക്ടറാണ്. സോ അത് ഓർത്തിരിക്കുക. ഇതിൽ ഈ ഒരു സാധനം അഗത ക്രിസ്റ്റിയുടെ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് വന്നേക്കാം. അടുത്തത് ഡിഡ് ഹി സ്മൈൽ ഹിസ് വർക്ക് ടു സീ, ഡിഡ് ഹി ഹൂ മെയ്ഡ് ദ ലാംബ് മേക്ക് ദി ഐഡൻറ്റിഫൈ ദ പോയം, ദ ലാംബ് സ്റ്റിൽ ഐ റൈസ്, ദ ടൈഗർ, ദ തോട്ട് ഫോക്സ്. ഇത് ദ ടൈഗർ എന്ന് പറയുന്ന നമ്മുടെ വില്യം ബ്ലേക്കിൻ്റെ വർക്കാണ്. വില്യം ബ്ലേക്കിൻ്റെ വർക്കാണ് ദ ടൈഗർ. ഈ ടൈഗർ വരുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, സോങ്സ് ഓഫ് എക്സ്പീരിയൻസിൽ വരുന്നതാണ്. സോങ്സ് ഓഫ് എക്സ്പീരിയൻസിൽ വരുന്നതാണ്. ചിലപ്പോൾ അത് ചോദിച്ചേക്കാം കേട്ടോ അടുത്ത പരീക്ഷയ്ക്ക്. സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്. ലാംബ് വരുന്നതോ സോങ്സ് ഓഫ് ഇന്നസെൻസ്. സോങ്സ് ഓഫ് ഇന്നസെൻസിലാണ് ഈ ഒരു സാധനം വരുന്നത്. സ്റ്റിൽ ഐ റൈസ് മായ ആഞ്ചലോൻ്റെ ആണ് കേട്ടോ. മായ ആഞ്ചലോ. ദെൻ നമ്മുടെ ദ തോട്ട് ഫോക്സ്. തോട്ട് ഫോക്സ് ആരാ? നമ്മുടെ സിൽവിയ പ്ലാത്തിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള നമ്മുടെ അല്ല സിൽവിയ പ്ലാത്തിൻ്റെ ടെഡ്യൂസ് കേട്ടോ. ടെഡ്യൂക്സിൻ്റെ വർക്ക്സാണ്. സോ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ തോട്ട് ഫോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. ചോദ്യം വരും. തോട്ട് ഫോക്സ്, ടെഡ്യൂക്സ്, ലാം, ടൈഗർ പോലുള്ള വർക്കുകളായിരുന്നാ നമ്മുടെ വില്യം ബ്ലേക്കിൻ്റെ ആണ്. സോ ആ ബ്ലേക്ക് എന്നുകൂടെ ഞാനിവിടെ എഴുതാം, വില്യം ബ്ലേക്ക്. സോ അത് ചോദ്യമായിട്ട് വരും കേട്ടോ.
യെസ്. ഇനി നമ്മൾ 89ാമത്തെ ചോദ്യം, ദ ഡെസ്റ്റിനേഷൻ ഓഫ് ചോസേഴ്സ് പിൽഗ്രിംസ് ഇൻ ദ കാൻറ്റർബറി ടെയിൽസ്. ഇത് ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. ഒന്ന് സെയിൻറ്റ് പോൾ ഇൻ ലണ്ടൻ, തോമസ് ബെക്കറ്റിൻ്റെ ഷ്രൈന് കാൻറ്റർബറിയിലുള്ളത്, ദ ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് വോൾസിംഗ്ഹാം, ദ ഷ്രൈൻ ഓഫ് സെയിൻറ്റ് കഡ്ബേർട്ട് അറ്റ് ഡുറം. അപ്പോൾ നമുക്ക് കാൻറ്റർബറി എന്ന് പറയുമ്പോൾ നമുക്ക് ആളെ കിട്ടിയില്ലേ, ദ ഷ്രൈൻ ഓഫ് സെയിൻറ്റ് തോമസ് ബെക്കറ്റ്. അപ്പോൾ സെയിൻറ്റ് തോമസ് ബെക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടതിനെ കുറിച്ചിട്ട് നമ്മുടെ T.S. എലിയറ്റ് മർഡർ ഇൻ കത്തീഡ്രൽ എന്ന് പറയുന്ന അല്ലേ, മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മർഡർ ഇൻ ദ കത്തീഡ്രൽ. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കട്ടോ, ഈ മർഡർ ഇൻ ദ കത്തീഡ്രൽ ആരാണ് എഴുതിയത്? ആരാ? T.S. എലിയറ്റ് ആണ്. അത് ആരുടെ മർഡറുമായിട്ട് ബന്ധപ്പെട്ടതാ? തോമസ് ബെക്കറ്റിൻ്റെ മർഡറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സാധനം എഴുതുന്നത്. അപ്പോൾ കാൻറ്റർബറി ടെയിൽസിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തോമസ് ബെക്കറ്റിൻ്റെ ഷ്രൈനാണ്. ആ തോമസ് ബെക്കറ്റിൻ്റെ മർഡറിനെ കുറിച്ചിട്ട് മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ട് T.S. എലിയറ്റ് മറ്റൊരു വർക്ക് എഴുതിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കട്ടോ. ഇനി 82ാമത്തെ ചോദ്യം, ഹു എമംഗ് ദ ഫോളോവിങ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ സർപ്രൈസ് ഓർ ട്വിസ്റ്റ് എൻഡിങ്സ്? അത് O. ഹെൻറി ആണ് കേട്ടോ. O. ഹെൻറി എന്ന് പറയുമ്പോൾ നമ്മുടെ ദ ഗിഫ്റ്റ് ഓഫ് ദ മജായി എന്നൊക്കെ പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ള ആളാണ്. ദ ഗിഫ്റ്റ് ഓഫ് ദി മജായി കേട്ടോ. H.G. വെൽസ് സയൻറ്റിഫിക് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ, സയൻസ് ഫിക്ഷൻ ആണ് എഴുതാറ്. സയൻസ് ഫിക്ഷൻ. മാർക്ക് ട്വെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സറ്റയർ, റിയലിസം ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏരിയാസ് വരുന്നത്. മാർക്ക് ട്വെയിൻ എന്ന് പറയുമ്പോൾ സറ്റയർ ആൻഡ് റിയലിസം, H.G. വെൽസ് സയൻസ് ഫിക്ഷൻ ആണ്. ഹെൻറി ജെയിംസ് കുറച്ചുകൂടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണ് വരാറ് കേട്ടോ. സോ അത് ഓർത്തിരിക്കുക. അപ്പോൾ O. ഹെൻറി ദ ഗിഫ്റ്റ് ഓഫ് ദ മജായി. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് വരും ആരാണ് ഇത് എഴുതിയത് എന്നുള്ളത്. സോ അതും കൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. 83ാമത്തെ ചോദ്യം, ദ മോസ്റ്റ് ഹെറ്ററോജനസ് ഐഡിയാസ് ആർ യോക്ഡ് ബൈ വയലൻസ് ടുഗെദർ. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം. ഇത് ആരെ കുറിച്ചിട്ട് പറഞ്ഞു എന്നാ? ഇത് നമ്മുടെ ഡോക്ടർ ജോൺസൺ മെറ്റാഫിസിക്കൽ പോയിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ്. ഡോക്ടർ ജോൺസൺ മെറ്റാഫിസിക്കൽ പോയിറ്റ്. ഇത് ആക്ച്വലി ഒരു ഡെറഗേറ്ററി റിമാർക്കാണിത്. അവരെന്താണ്, മോസ്റ്റ് ഹെറ്ററോജിനസ്, ഒരിക്കലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത സാധനത്തിനെ കണക്ട് ചെയ്യുന്നു ബൈ വയലൻസ് ടുഗെദർ. വയലൻസ് ആണ്, അതായത് ഇത് നാച്ചുറൽ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാണ് നമ്മുടെ ജോൺസൺ. ഇവരെ വിറ്റ്സ് എന്നാണ് വിളിച്ചിരുന്നത്. മെറ്റാഫിസിക്കൽ പോയിറ്റ്സിനെ നമ്മുടെ ഡോക്ടർ ജോൺസൺ വിളിച്ചിരുന്നത് എന്താണ്? വിറ്റ്സ് ആയിരുന്നു. കാരണം ഇവരുടെ പ്രധാന പണി എന്ന് പറയുന്നത് അവരുടെ അറിവ് കാണിക്കുക, അതിനു വേണ്ടിയിട്ടാണ് അവർ പോയം എഴുതിയത് എന്നാണ് സാമുവൽ ജോൺസൺ പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ അറിവ് കാണിക്കുക. ചില ആളുകളുണ്ടല്ലോ, നമ്മൾ പെഡൻ്റ് എന്ന് പറയുന്ന വാക്കുണ്ട്, പെഡൻ്റ്, അതായത് ഷോ ഓഫ് കാണിക്കുന്ന ആളുകളുണ്ടല്ലോ. അതായത് ഞാൻ ഇത്ര വലിയ അറിവാണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്ന ആളുകൾ. അപ്പോൾ അതേ ആളുകളെയാണ് മെറ്റാഫിസിക്കൽ പോയറ്റ് എന്ന് വിളിക്കുന്നത്. അവരെ വിളിക്കുന്ന പേരാണ് വിറ്റ്സ് എന്നുള്ളത്. വിറ്റ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ആകെ പണി എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻ്റലിജൻസ് ആളുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എഴുതുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് കേട്ടോ. സോ അത് ഓർത്തിരിക്കും. ഇനി അടുത്തത്, വാട്ട് മേക്കത്ത് എ ഫുൾ മാൻ? റീഡിങ്, കോൺഫറൻസ്, റൈറ്റിംഗ്, കോൺവെർസേഷൻ. നമുക്കറിയാം അല്ലേ, റീഡിങ് മേക്കത്ത് എ ഫുൾ മാൻ, കോൺഫറൻസോ റെഡി മാൻ, റൈറ്റിങ്ങോ എൻ എക്സാക്ട് മാൻ അല്ലേ. യെസ്, ചിലപ്പോൾ ഇത് ചോദിക്കാം കേട്ടോ. ഇത് ചിലപ്പോൾ നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. റീഡിങ് ഫുൾ മാന്, കോൺഫറൻസ് റെഡി മാന്, റൈറ്റിംഗ് എക്സാക്ട് മാൻ ആണ്. സോ അതും കൂടെ ഓർത്തിരിക്കും. ഇനി 85ാമത്തെ ചോദ്യം, 10,000 സോ ഐ അറ്റ് എ ഗ്ലാൻസ്. ഇത് ഇടക്കിടക്ക് വരുന്ന സാധനമാണ്, ഇടക്കിടക്ക് പരീക്ഷകളിൽ വരുന്നൊരു സാധനമാണ്. ഒറ്റയടിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കേട്ട 2ലോ ഒരിക്കൽ കഴിഞ്ഞ തവണ അല്ല അതിന് മുന്നേറ്റേ വന്നിട്ടുണ്ട്. 10,000 സോ ഞാൻ ഒറ്റയടിക്ക് എന്താണ് 1000 കണ്ടു എന്ന് പറയാണ്. അതൊന്നും കാണൂല. അതെന്താണ്, നമ്മൾ ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സാജറേറ്റ് ചെയ്യാണ്. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഹൈപ്പർബലി. നമ്മളതിനെന്താ വിളിക്കുക? ഹൈപ്പർബലി, എക്സാജറേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ നിങ്ങളോട് 1000 തവണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. 1000 തവണ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും? ഇല്ല, കുറച്ച് തവണ പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് അതിനൊന്ന് എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ടോൾഡ് യു 1000 ടൈംസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ഒരു സാധനം ഹൈപ്പർബലി. സിമിലി എന്ന് പറയുമ്പോൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. നമുക്ക് വരും, കഴിഞ്ഞ കേട്ട 2ന്
റീസെൻ്റ് ആയിട്ട് അല്ല നമ്മുടെ ഈ തവണ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുള്ള കേട്ട 2-ന് നമ്മുടെ സിമിലി മെറ്റഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൈക്ക് ആസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഈസ് ലൈക്ക് എ ലയണിനെ പോലെയാണ്. ദെൻ മെറ്റഫർ എന്ന് പറയുമ്പോൾ ലൈക്കോ ആസോ ഉണ്ടാവില്ല, ഹീ ഈസ് എ ലയൺ എന്നാ പറയാം. അപ്പോൾ ലൈക്കും ആസ് ഇല്ലാത്ത കമ്പാരിസൺ മെറ്റഫർ. ദെൻ ഓക്സിമറൻ എന്ന് പറയുമ്പോൾ 2 ഒപ്പോസിങ് ആയിട്ടുള്ള 2 വാക്കുകൾ കൂടി ചേർക്കാണ്. കേട്ട 2-ന് ചോദിച്ചതാണ് ഡെഫനിങ് സൈലൻസ്. കേട്ട 2 ആണോ കേട്ട 3 ആണോ എനിക്കറിയില്ല. ഡെഫനിങ് സൈലൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് സൈലൻസ് അതെന്താ ഓക്സിമറനോ. ദെൻ നമ്മുടെ ഓപ്പൺ സീക്രട്ട്, ബിറ്റർ സ്വീറ്റ്, ലവ് ഹെയ്റ്റ് സാധനങ്ങൾ കേട്ടോ. സോ അതാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഫോർ എൻ ഇഫക്റ്റ്, ഒരു ഇഫക്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. സോ അത് ഓർത്തിരിക്കും. അപ്പോൾ ഹൈപ്പർബലി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇവാൻഹോ എന്ന് പറയുന്നത് ഗോത്തിക് ആണോ, ഡിറ്റക്റ്റീവ് നോവലാണോ, ഹിസ്റ്റോറിക്കൽ നോവലാണോ, എപ്പിസ്റ്റലറി നോവലാണോ? ഇവാൻഹോ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ നോവലാണ് കേട്ടോ. ഹിസ്റ്റോറിക്കൽ നോവലാണ്. സോ അതൊന്ന് ഓർത്തിരിക്കുക. ദെൻ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിളിൻ്റെ വേറെ പേരെന്ന് പറയുന്നത് ജനീവ അല്ല, കിങ് ജെയിംസ് ബൈബിൾ എന്നാണ് കേട്ടോ. സോ അതും കൂടി ഓർത്തിരിക്കുക. കിങ് ജെയിംസ് ബൈബിളാണ് ഓതറൈസ്ഡ് വേർഷൻ വരുന്നത്. യെസ്. അടുത്തത്, ഐ സ്പീക്ക് 3 ലാംഗ്വേജസ്, റൈറ്റ് ഇൻ 2, ഡ്രീം ഇൻ 1. ഇതാരാ? യെസ്, നമുക്കറിയാം കമലാദാസിൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന പോയത്തിൽ വരുന്ന ലൈൻസാണ്. ആദ്യത്തെ ഭാഗത്ത് വരുന്ന സാധനമാണ് കേട്ടോ. ഐ സ്പീക്ക് 3 ലാംഗ്വേജസ്. ഞാൻ 3 ലാംഗ്വേജസ്, മലയാളം, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഇതാണ് 3 ലാംഗ്വേജസ്. റൈറ്റ് ഇൻ 2, മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതും. ഡ്രീം ഇൻ 1 എന്ന് പറയുമ്പോൾ ഏത് ലാംഗ്വേജിലാണെന്ന് നമുക്ക് അറിയാം അല്ലേ? അത് യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് ഡ്രീംസ് ആണ്. സോ അത് ഓർത്തിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ കമലാദാസ് ആണ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് സിൽവിയ പ്ലാത്തിനെ കുറിച്ചിട്ട് നമുക്കറിയാം അല്ലേ? യെസ്, അത് ഓർത്തിരിക്കണം. സിൽവിയ പ്ലാത്തിനെ കുറിച്ചിട്ടുള്ള അതവരുടെ പ്രധാനപ്പെട്ട പോയംസ് കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. ആൻ സെക്സ്റ്റൺ എന്ന് പറയുന്നത് ഒരു കൺഫെഷണൽ പോയറ്റ് തന്നെയാണ്. ഇവരെ സിൽവിയ പ്ലാത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവർ സിൽവിയാസ് ഡെത്ത് എന്ന് പറയുന്ന ഒരു പോയം എഴുതിയിട്ടുണ്ട്. സിൽവിയാസ് ഡെത്ത് എന്ന് പറയുന്ന പോയം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ആര്? നമ്മുടെ ആൻ സെക്സ്റ്റൺ എന്ന് പറയുന്നത് കേട്ടോ. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പം സിൽവിയ പ്ലാത്ത് വേണമെങ്കിൽ ഡാഡി എന്ന് പറയുന്ന പോയം നോക്കി വെക്കുക. ലേഡി ലാസറസ് എന്ന് പറയുന്ന പോയംസ് ഓർത്തിരിക്കുക. ദെൻ കമലാദാസ് ആൻ ഇൻട്രൊഡക്ഷൻ, ഈ ഒരു ലൈൻ. യെസ്. ഇനി അടുത്തത്, ഹി പ്രേത്ത് ബെസ്റ്റ് ഹൂ ലവ്സ് ദ ബെസ്റ്റ് ഓൾ തിങ്സ് ബോത്ത് ഗ്രേറ്റ് ആൻഡ് സ്മോൾ ആർ ബൈ. ഇതാരാ? ഇത് നമ്മുടെ ദ റൈം ഓഫ് ദി ആൻഷ്യൻ മാരിനർ എന്ന് പറയുന്ന വർക്കിൽ വരുന്ന S.T. കോൾറിഡ്ജിൻ്റെ വേർഡ്സാണ്. ദ റൈം ഓഫ് ദി ആൻഷ്യൻ മാരിനർ. ദ റൈം ഓഫ് ദി ആൻഷ്യൻ്റ് മാരിനർ. ഈ വർക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മുടെ ലിറിക്കൽ ബാലഡ്സിൽ വരുന്ന ഫസ്റ്റ് എഡിഷനിൽ വരുന്ന കോൾറിഡ്ജിൻ്റെ വർക്കുകളിൽ പെട്ട ഒരു വർക്കാണ് ദ റൈം ഓഫ് ദി ആൻഷ്യൻ മാരിനർ എന്ന് പറയുന്നത്. സോ അതും കൂടെ ഒന്ന് ഓർമ്മയിലുണ്ടായിരിക്കും. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് പോയംസ് ആസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ജസ്റ്റിഫൈങ് ദ വേസ് ഓഫ് ഗോഡ് ടു മാൻ? പാരഡൈസ് ലോസ്റ്റ്, ദ വേസ്റ്റ്ലാൻഡ്, പിൽഗ്രിംസ് പ്രോഗ്രസ്, പിയേഴ്സ് പ്ലൗമാൻ. ഏത് കൊടുക്കാൻ പറ്റും? ഇതൊക്കെ വളരെ ഈസി, ഒറ്റ ഗസ്സിങ്ങിൽ നമുക്ക് കിട്ടും അല്ലേ? യെസ്, നമുക്ക് പറയാം ഇറ്റ്സ് പാരഡൈസ് ലോസ്റ്റ്. മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് ആണ്. യെസ്. വേസ്റ്റ്ലാൻഡ് ആരതാണ്? എലിയറ്റിൻ്റെതാണ് എന്നറിയാം. പിൽഗ്രിം ബനിയൻ്റെ ആണെന്നറിയാം. പിയേഴ്സ് പ്ലൗമാൻ വില്യം ലാംഗ്ലൻഡിൻ്റെതാണെന്ന് അറിയാം കേട്ടോ. ലാംഗ്ലൻഡ്. സോ അതും കൂടെ ഓർമ്മയിരിക്കാം. ഇനി അടുത്ത ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എൻ എപ്പിസ്റ്റലറി നോവൽ? എപ്പിസ്റ്റലറി നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റേഴ്സ് ആണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. അപ്പോൾ എമ്മ ഉണ്ട്, പമേല ഉണ്ട്, ക്ലാരിസ ഉണ്ട്, എവലിന ഉണ്ട്. ഇതിൽ പമേല ആൻഡ് ക്ലാരിസ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. കാരണം നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സാമുവൽ റിച്ചാർഡ്സൻ്റെ എപ്പിസ്റ്റലറി നോവൽസ് ആണ് ഇത് അല്ലേ? സാമുവൽ. ഇനി വേണമെങ്കിൽ നമുക്ക് ഗസ് വർക്ക് നടത്തിയിട്ട് എവലിനയാണോ എം എ ആണോ? ഇത് ജെയിൻ ഓസ്റ്റൻ്റെ എം എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ജെയിൻ
ഓസ്റ്റൻ്റെ എമ്മയാണ്. ഇതൊരു തേർഡ് പേഴ്സൺ നാരറ്റീവിൽ എഴുതിയതാണ്. യെസ് ട്ടോ, അത് ഓർത്തിരിക്കുക. എവലിന എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേണിയുടേതാണ് കേട്ടോ, ഫ്രാൻസിസ് ബേണിയുടേതാണ്. അതും കൂടെ ഓർത്തിരിക്കുക. ഫ്രാൻസിസ് ബേണിയുടെ വർക്കാണ് ഇതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഫ്രാൻസിസ് ബേണിയുടെ വർക്കാണ്. ഇനി അടുത്തത്, ഓദർ ഹു പോപ്പുലറൈസ് ദ ജോൺട്രെ ഡ്രാമാറ്റിക് മോണോലോഗ്. ഇത് നമ്മൾ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ ചെയ്തതാണ്. തോമസ് ആർണൽഡ്, അലക്സാണ്ടർ പോപ്പ്, ജെയിംസ് ഹോപ്കിൻസ് ആൻഡ് റോബർട്ട് ബ്രൗണിങ് അല്ലേ. റോബർട്ട് ബ്രൗണിങ് ആണ് നമ്മൾ ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരേണ്ട ഒരു വ്യക്തിയാണ് നമ്മുടെ റോബർട്ട് ബ്രൗണിങ്. വിക്ടോറിയൻ പോയറ്റാണ്, നമുക്കറിയാം അല്ലേ. മൈ ലാസ്റ്റ് ഡച്ചസ്, ഫ്രാ ലിപ്പോലിപ്പി അല്ലേ, ആൻഡ്രോ ഡെൽസാട്ടോ പോലുള്ള പോയംസാണ്. അപ്പോൾ ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഉണ്ടാകുന്നത്, ഇംപ്ലോയിഡ് ആയിട്ടുള്ള ലിസണേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ 93-ാമത്തെ ചോദ്യം, ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റ്. വളരെ എളുപ്പത്തിൽ അല്ലേ. അപ്പം നമുക്ക് ആരെ കൊടുക്കാം? ജോൺ കീറ്റ്സ്, ഓഡോണെ, ഗ്രീഷ്യനേൺ. ഗ്രീഷ്യനേണിൽ വരുന്ന ലൈനാണ്. ഗ്രീഷ്യനേണിൽ കുറേ ലൈൻസ് ഉണ്ട്. ബ്യൂട്ടി, ട്രൂത്ത്, ട്രൂത്ത്, ബ്യൂട്ടി. അടുത്ത പരീക്ഷയ്ക്ക് വന്നേക്കാം. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് പഠിച്ചു വെക്കാൻ ഞാൻ അന്നേ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നുണ്ട്. യെസ്, അപ്പോൾ ഗ്രീഷ്യനേണിലെ ലൈൻസ് ആണ്. അടുത്തത് നോക്കണേ നിങ്ങൾ, ഇതും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഹിയർ ലൈസ് വൺ ഹൂസ് നെയിം വാസ് റിട്ട് ഇൻ വാട്ടർ. വെള്ളത്തിൽ എഴുതിയിട്ടുള്ള അല്ലേ. യെസ്, ഗ്രേവ് സ്റ്റോൺ, നമ്മുടെ എപ്പിറ്റാഫ് എന്നാണ് പറയുന്നതിന്. നമ്മുടെ ഇൻസ്ക്രിപ്ഷൻ ഓൺ എ ടൂം സ്റ്റോണിനെ നമ്മൾ എന്താ വിളിക്കുക? എപ്പിറ്റാഫ് എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് വെള്ളത്തിൽ എഴുതിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വാഞ്ഞു പോയിട്ടുണ്ട്. 25-ാമത്തെ വയസ്സിൽ ട്യൂബർക്യുലോസിസ് വന്ന് മരണപ്പെട്ടതാരാ? ജോൺ കീറ്റ്സ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു സാധനമാണ് അല്ലേ. യെസ്. ഇനി 95-ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ സെറ്റ് ഇൻ എ നോട്ടിംഗ്ഹാം മൈനിങ് വില്ലേജ്. ഇവിടെ ഈ മൈനിങ് എന്ന് കേൾക്കുമ്പോൾ എവിടെയോ നിങ്ങൾ കേട്ട് പറഞ്ഞ പോലെ ഉണ്ടാവും. സൺസ് ആൻഡ് ലവേഴ്സ് അല്ലേ. യെസ്, സൺസ് ആൻഡ് ലവേഴ്സിലാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. DH ലോറൻസ് ആണ്. സെമി ഓട്ടോബയോഗ്രഫിക്കലാണ്. യെസ്, DH ലോറൻസ്. സോ അതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് നോട്ടിംഗ്ഹാം മൈനിങ് വില്ലേജിലാണ് ഇത് സെറ്റ് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തിരിക്കട്ടെ. സൺസ് ആൻഡ് ലവേഴ്സ്. ദെൻ അടുത്തത്, വൈ ഈസ് ദ ഇയർ 1066 ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അത് വരുന്നത് നമ്മുടെ നോമൻ കോൺകസ്റ്റ് ആണ്. നോമൻ കോൺകസ്റ്റ് ആണെന്ന് നടക്കുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. യെസ്, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വില്യം ദ കോൺകറർ എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. വില്യം ദ കോൺകറർ, ആ പേര് നിങ്ങൾ പഠിച്ചു. റെസ്റ്റോറേഷൻ നമുക്കറിയാം. റെസ്റ്റോറേഷൻ 1660-ലാണെന്നറിയാം. റെനൈസൻസ് എന്ന് പറഞ്ഞാൽ 15th century to 16th century ആണ്. സ്പാനിഷ് വെർമാഡ 1588 എന്നുള്ളൊരു കാര്യം കൂടെ നമുക്കറിയാം. അടുത്ത ചോദ്യം, ദ ക്യാരക്ടർ മങ്ക് അംബ്രോസിയോ വാസ് ക്രിയേറ്റഡ് ബൈ ഹൊറൈസ് വോൾപോൾ, മാത്യു ഗ്രിഗറി ലൂയിസ് ആൻഡ് റാഡ്ക്ലിഫ് വില്യം ബെക്ക്ഫോർഡ്. ഇത് മങ്ക് എന്ന് പറയുന്ന മാത്യു ഗ്രിഗറി ലൂയിസിൻ്റെ നോവലിൽ വരുന്ന കേട്ടോ. ദ മങ്ക്, അതിലെ ക്യാരക്ടർ മങ്ക് അംബ്രോസിയോ എന്ന് പറയും. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ. യെസ്. Then who commended, I heartily hate and detest that animal called man? അലക്സാണ്ടർ പോപ്പ് ഉണ്ട്, ഡ്രൈഡൻ ഉണ്ട്, ഡോക്ടർ ജോൺസൺ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. ഇതിൽ പോപ്പും ഉണ്ട് സ്വിഫ്റ്റും ഉണ്ട്. ഇത് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ മതി. ഇത് സ്വിഫ്റ്റാണ് ആൻസർ. സ്വിഫ്റ്റ് പോപ്പിന് എഴുതുന്ന ലെറ്ററാണ് കേട്ടോ. ജോണത്തൻ സ്വിഫ്റ്റ് പോപ്പിന് എഴുതുന്ന ലെറ്ററിലാണ് ഈ ഒരു സാധനം, ഐ ഹാർട്ട്ലി ഹേറ്റ് ആൻഡ് ഡിസ്റ്റസ്റ്റ് ദാറ്റ് ആനിമൽ കോൾഡ് മാൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം എഴുതുന്നത്. ദെൻ അടുത്തത്, കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. ആദ്യം തന്നെ വളരെ ഈസിയാണ്. ഫെർഡിനാൻഡ് ഡി സുഷൂർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിലാണ് സിഗ്നിഫയർ, സിഗ്നിഫൈഡ് കുറേ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ബ്ലൂംഫീൽഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നോം ചോംസ്കി ജനറേറ്റീവ് ഗ്രാമർ നിങ്ങൾക്കറിയാം. യെസ്, അപ്പോൾ അതാണ് 1916 ഈ ഒരു സാധനം എഴുതുന്നുണ്ട്. ഇദ്ദേഹം എഴുതിയതല്ല, അദ്ദേഹത്തിൻ്റെ
ലെക്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് എന്താക്കിയതാണ്, കമ്പൈൽ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. സോ അത് ഓർത്തിരിക്കാം. ദെൻ 100ാമത്തെ ചോദ്യം, ആന്തം ഫോർ ഡൂംഡ് യൂത്ത് ഈസ് എ പോയം ബൈ വോൾട്ട് വിറ്റ്മാൻ, റോബർട്ട് ഗ്രേവ്സ്, വിൽഫ്രഡ് ഓവൻ, ഐസക് റോസൻബർഗ്. ഇത് വോറിനെ കുറിച്ചിട്ടുള്ള, വോറിൽ മരണപ്പെട്ടിട്ടുള്ള സോൾജിയേഴ്സിന് വേണ്ടിയിട്ട് മോൺ ചെയ്യുന്ന ഒരു കവിതയാണ്. വിൽഫ്രഡ് ഓവനാണ് വേൾഡ് വാർ ഫസ്റ്റിൻ്റെ സമയത്ത് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് ആന്തം ഫോർ ഡൂംഡ് യൂത്ത് എന്ന് പറയുന്ന ഈ ഒരു സാധനം. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്തത്, ഹൂ അസെൻഡ് ദ സ്കോട്ടിഷ് ത്രോൺ അറ്റ് ദ എൻഡ് ഓഫ് മാക്ബത്ത്. മാക്ബത്തിൻ്റെ എൻഡിൽ ആരാണ്? നമ്മുടെ ഡങ്കൻ്റെ മകനായിട്ടുള്ള മാൽക്കം അല്ലേ? യെസ്, മാൽക്കമാണ്. ഡങ്കൻ്റെ മകനായിട്ടുള്ള മാൽക്കമാണ് അവസാനം എന്ത് ചെയ്യാണ്, സ്കോട്ടിഷ് ത്രോണിൽ കയറിയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്തത്, കസിൻ ബ്രിജറ്റ് ഇൻ ദ എസ്സേസ് ഓഫ് ചാൾസ് ലാം അല്ലേ, എസ്സേസ് ഓഫ് എലിയ എന്നാണ് ആ എസ്സേസിനെ നമ്മൾ പറയാം, എസ്സേസ് ഓഫ് എലിയ. കാരണം എലിയ എന്നുള്ളത് ആരുടെ സ്യൂഡനിമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക അത് ചാൾസ് ലാമ്പിൻ്റെ സ്യൂഡനിമാണ് എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള മേരി ലാംബിന് വേണ്ടിയിട്ട്, മേരി ലാംബിനെയാണ് കസിൻ ബ്രിജറ്റ് അല്ലെങ്കിൽ ബ്രിജറ്റ് എലിയ എന്ന് പറയാം. കസിൻ ബ്രിജറ്റ് അല്ലെങ്കിൽ ബ്രിജറ്റ് എലിയ എന്ന് റെഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ എലിയ എന്ന് പറയുന്ന സ്യൂഡനിം, എസ്സേസ് ഓഫ് എലിയ അല്ലെങ്കിൽ എലിയ, ഇത് ചാൾസ് ലാമ്പുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കും. അടുത്തത്, വിച്ച് പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ഈസ് നോൺ ആസ് ദ പീരീഡ് ഓഫ് ഫുൾ ഓഫ് ഇൻഫ്ലെക്ഷൻ. അതായത് ഈ പീരീഡിൽ എന്താണ്, നൗണിന് ഒരുപാട് ഫോമുകൾ, നമ്മുടെ ജെൻഡർ ആയാലും അതേപോലെ ദെൻ പ്രോനോൺ ആയാലും അഡ്ജക്റ്റീവ്, ഫുൾ ഇൻഫ്ലെക്ഷനാണ്. അത് നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിലാണ്. മിഡിൽ ഇംഗ്ലീഷ് പീരീഡിലേക്കാണ് വരുമ്പോഴാണ് ആ ഇൻഫ്ലെക്ഷനൊക്കെ അതിൽ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷിലാണ് ഇത്രയും ഇൻഫ്ലെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും കേട്ടോ. ഇനി 104ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് വാസ് ഒറിജിനലി ടൈറ്റിൽഡ് മിസ്റ്റേക്സ് ഓഫ് ദ നൈറ്റ്, ടൈമിംഗ് ഓഫ് ദ സ്ട്രൂ, ഷീ സ്റ്റൂപ്സ് ടു കോൺകർ, ദ സ്കൂൾ ഫോർ സ്കാൻറ്റൽ, മച്ച് അഡു അബൌട്ട് നത്തിങ്. ഇത് നമ്മുടെ കോമഡി ഓഫ് മാനർ ആയിട്ടുള്ള ദ സ്റ്റൂപ്സ് ടു കോങ്കർ, ഇതൊരു കോമഡി ഓഫ് മാനർ ആട്ടോ, കോമഡി ഓഫ് മാനർ ആണ്. ഇത് എഴുതിയിട്ടുള്ളത് നമ്മുടെ ഒലിവർ ഗോൾഡ് സ്മിത്ത് ആണ്. ദെൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. യെസ്, ഹൂ ഇൻവെൻറ്റഡ് ദ ക്യാരക്ടർ ഓഫ് ജൂഡിത്ത് ഷേക്സ്പിയർ, ദ ഫിക്ഷണൽ സിസ്റ്റർ ഓഫ് ഷേക്സ്പിയർ. അതായത് ഷേക്സ്പിയറിനെ പോലെ തന്നെ അബിലിറ്റി ഉള്ള ഒരു സിസ്റ്റർ, ബട്ട് സ്ത്രീ ആയതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട ഒരാളെ കുറിച്ചിട്ട് പറയുന്നത് നമ്മുടെ വിർജീനിയ വൂൾഫാണ്. എ റൂം ഓഫ് വൺ സോൺ എന്ന് പറയുന്നത് കേട്ടോ. എ റൂം ഓഫ് വൺ സോൺ, ആ വർക്കിലാണ് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. സോ അതാണ്. യെസ്, 106ാമത്തെ ചോദ്യം, റെസ്റ്റോറേഷൻ കോമഡിയെ നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒലിവർ ഗ്ലോം സ്മിത്തിൻ്റെ വർക്കിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ ദ കോമഡി ഓഫ് മാനേഴ്സ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ആ ഒരു മാനേഴ്സിനെയും അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചിട്ട് എന്താണ്, കോമഡിയാണ് റെസ്റ്റോറേഷൻ കോമഡി എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ 2025 ബുക്ക് പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? അപ്പം നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് എന്താ മനസ്സിലായി? ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, റീസെൻറ്റ് ഹാപ്പനിങ്സ് ലിറ്ററേച്ചറിൽ, ഇന്ത്യൻ ആയിക്കോട്ടെ ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ, അത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വരുമ്പോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡേവിഡ് സലായി ആണ്, ഒരു ഹംഗേറിയൻ ബ്രിട്ടീഷ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലഷ് എന്ന് പറയുന്ന വർക്കിനാണ് അദ്ദേഹത്തിന് ബുക്ക് പ്രൈസ് ലഭിക്കുന്നത്. സോ അത് ഓർത്തിരിക്കുക. ദെൻ എ ഫോം ഓഫ് ലിറിക്കൽ പോയട്രി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ആൻ അഡ്രസ്. അഡ്രസ്സ് ചെയ്യാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. നമ്മളെ ഏതായിരുന്നു? യെസ്, നമ്മുടെ അപ്പോസ്ട്രഫിയെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഓടാണ് എന്നുള്ളത്. എലിജി നിങ്ങൾക്കറിയാം, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ലെമൻറ്റിങ് പോയം അല്ലെങ്കിൽ മോർണിംഗ് പോയമാണ്. സോണറ്റ് 14 ലൈൻസുള്ള പോയം. ഹൈക്കു നമുക്കറിയാം, ഒരു ജാപ്പനീസ് ഒരു 3 ലൈൻ ഷോർട്ട് പോയമാണ് ഹൈക്കു വരുന്നത്. സോ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ഹു എക്സ്പ്രസ്സസ് ദ കോൺസെപ്റ്റ് ഓഫ് എൻ ഐഡിയൽ കോൺവെൽത്ത്, ഒരു യൂട്ടോപ്യൻ കോൺസെപ്റ്റ് എക്സ്പ്രസ് ചെയ്യുകയാണ്. ടെമ്പസ്ലാരാണ് അത്, നമ്മുടെ ഗോൺസാലോ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത് കേട്ടോ. 110ാമത്തെ ചോദ്യം, ഷാൾ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ആരാണ്? ഷേക്സ്പിയർ ആണ് പറയുന്നത്. ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ സോണറ്റ് 18 വരുന്നത്. ഷേക്സ്പിയറിൻ്റെ സോണറ്റിനെ കുറിച്ചിട്ട് പറയാൻ
പറയുമ്പോൾ 154 സോണറ്റുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1609 അത് പബ്ലിഷ് ചെയ്തത്. അത് പബ്ലിഷർ എന്ന് പറയുന്നത് തോമസ് തോപ്പ് ആണ്. തോമസ് തോപ്പ് അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മിസ്റ്റർ WH-നാണ്. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞു വെക്കണം. 184 സോണറ്റുകൾ എഴുതിയിട്ടുണ്ട്. 1609 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തോമസ് തോപ്പ് ആണ് അതിൻ്റെ പബ്ലിഷർ എന്ന് വരുന്നത്. മിസ്റ്റർ WH. ഇതാണ് മിനിമം നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. സോ അത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. അടുത്ത ചോദ്യം, വെസ്റ്റ്ലൻഡിലെ ക്ലെയർ വോയിൻ്റ് എന്ന് പറയുന്നത് മാഡം സൊസോറിറ്റസ് ആണ്. സോ അത് ഓർത്തിരിക്കുക. അടുത്തത് ഓറിയൻ്റലിസം എന്ന് പറയുന്നത്, ഓറിയൻ്റൽ എന്ന് വിളിക്കുന്നത് നമ്മുടെ വെസ്റ്റ് അല്ലാത്ത ദ ഈസ്റ്റ് കേട്ടോ. ആ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആ വർക്ക് എഴുതുന്നത് ആരാ? എഡ്വേർഡ് സെയ്ഡ് ആണ്. ദെൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ് ഫ്രാൻസ് ഫാനൻ. റെച്ച്ഡ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. സോ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാം. ദെൻ ഹോമി കെ ബാബയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ മിമിക്രി, അതേപോലെ ഹൈബ്രിഡിറ്റി തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. മിമിക്രി, ഹൈബ്രിഡിറ്റി തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഹോമി കെ ബാബ വരുന്നത്. സോ അതും കൂടെ ഓർത്തിരിക്കുക. 113 ചോദ്യം, ട്രൈസിലബിക് വേർഡിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. വെരി ഈസിയാണ്. നിങ്ങൾ അതിലെ വവൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ വവൽ സൗണ്ട്സ് എത്രയുണ്ട് എന്നുള്ളത് എണ്ണിയാൽ മതി. കാരണം ഒരു സിലബിളിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ആരാ? ഒരു വവൽ സൗണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബയോളജി എന്നാകുമ്പോൾ ബൈ ഓൾ ല ജി, ടോട്ടൽ 4 സിലബിൾ ഉണ്ട്. സൺസെറ്റിലേക്ക് വരുമ്പോൾ സൺ സെറ്റ്, സൺ സെറ്റ് 2 വവൽ സൗണ്ടാണുള്ളത്. ഡെലിവറി ഡേ ലിവ് റി, ഡെലിവറി 4. എലഫൻ LA-FENT. അപ്പോൾ എന്തായി? അതാണ് നമ്മുടെ ആൻസർ, എലഫൻ. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. എത്ര വവൽ സൗണ്ട്സ് ആണ് ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. അടുത്ത ചോദ്യം, ട്രാജിക് ഹീറോ ഹൂ സോൾഡ് ഹിസ് സോൾ ടു ദ ഡെവിൾ. ഡെവിളിനെ സോൾഡ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഡോക്ടർ ഫോസ്റ്റസ് ആണ് അല്ലേ, നമ്മുടെ മാർലോയുടെ, ക്രിസ്റ്റഫർ മാർലോയുടെ വർക്കാണ് കേട്ടോ. ക്രിസ്റ്റഫർ മാർലോയുടെ വർക്കാണ്. യെസ്, സോ അത് ഓർത്തിരിക്കുക നിങ്ങൾ. ദെൻ ഡോൺ ക്വിഹോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. സോ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാം. യെസ്, മെയിൽ ഗെയ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോറ മൾവി ആണ്. സോ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. യെസ്, ഗോദോ, വെയിറ്റിംഗ് ഫോർ ഗോദോ നമുക്കറിയാം അത് സാമുവൽ ബെക്കറ്റ് ആണ് എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. ഹരോൾഡ് ബിൻഡറിലേക്ക് വരുമ്പോൾ ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ, ബർത്ത്ഡേ പാർട്ടി. സോ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ഹൂസ് ഫേമസ് പെൻ നെയിം വാസ് കുറൽ ബെൽ. നമുക്കറിയാം അതല്ലേ. യെസ്, ഷാർലറ്റ് ബ്രോണ്ടെ, എമിലി ബ്രോണ്ടെ, ഷാർലറ്റ് ബ്രോണ്ടെ ആണ്. യെസ്, കുറൽ ബെൽ. അപ്പോൾ സി ആണ്, സി. എമിലി ബ്രോണ്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എലിസ് ബെല്ലാണ് കേട്ടോ. ദെൻ അവരുടെ സഹോദരി ഉണ്ട് ആൻ ബ്രോണ്ടേൻ്റെ നമ്മൾ എന്താണ്? ആക്ടൻ ബെൽ. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കുറൽ ബെൽ, ആ സി ഷാർലറ്റ്, എമിലിയിലത് എലിസ്, ആക്ടൻ ആനിൻ്റെത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ദ ഇൻഫ്ലുവൻഷ്യൽ പീരിയോഡിക്കൽ ഫൗണ്ടഡ് ബൈ അഡിസൺ ആൻഡ് സ്റ്റീൽ. അഡിസണും സ്റ്റീലും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നതാണ് ദ സ്പെക്ടേറ്റർ എന്ന് പറയുന്ന ഈ ഒരു സാധനം. ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പീരിയോഡിക്കൽ ആയിരുന്നു കേട്ടോ ഈ വർക്ക്, ഈ ഒരു സാധനം. യെസ്, ദെൻ ഒലിവർ ട്വിസ്റ്റ് എന്താണ്? ഒലിവർ ട്വിസ്റ്റ് ചോദിക്കുന്നത് എന്താണ്? മോർ എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മോർ ഫുഡ് ടു ഈറ്റ്. മോർ ടൈം അല്ല, മോർ ഫുഡ് ടു ഈറ്റ് ആണ് കേട്ടോ. ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഭക്ഷണം, അതാണ് ചോദിക്കുന്നത്. 120 ചോദ്യം, ഹേർട്ട് ലാം വാസ് റിട്ടൺ ബൈ ബാനു മുസ്താഖ്. ബാനു മുസ്താഖ് ആണ് ഈ വർക്ക് ചെയ്തത് കേട്ടോ. ഇനി 121 ചോദ്യം, എ പേഴ്സൺ ഓർ തിങ് റെപ്രസെൻറ്റിംഗ് എൻ അബ്സ്ട്രാക്ട് ഐഡിയ ഓർ കോൺസെപ്റ്റ്. റെപ്രസെൻറ്റിംഗ് ദി അബ്സ്ട്രാക്ട് ഐഡിയ ഓർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ട് അബ്സ്ട്രാക്ട് ഐഡിയ എന്ത് ചെയ്യാണ്? റെപ്രസെൻ്റ് ചെയ്യാം കേട്ടോ. ഐറണി എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് മീൻ ചെയ്യുന്നു, അതാണ് ഐറണി വരുന്നത്. യെസ്, ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ പെഡഗോജിയിലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് നമ്മുടെ ലിംഗ്വിസ്റ്റിക്സിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമുക്ക് നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പ്രോസ് റൈറ്റിംഗ്.
ഇൻട്രിക്കേറ്റ് ഉണ്ട്, ഇൻഫർമേറ്റീവ് ഉണ്ട്, ആർഗ്യുമെൻറ്റേറ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ഇതിൽ വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും ഇൻട്രിക്കേറ്റ് ആണ് ആൻസർ എന്നുള്ളത് അല്ലേ. യെസ്. അടുത്ത ചോദ്യം, ദ സ്കിൽ ഫോർ സ്ട്രെങ്തനിങ് ദ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. സ്റ്റിമുലസും റെസ്പോൺസിൻ്റെയും അതിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ ബോണ്ട് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട്, സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്, റീഇൻഫോഴ്സ്മെൻറ്റ് സ്കില്ല് വരുന്നത്. 124ാമത്തെ ചോദ്യം, ഡീമെറിറ്റ് ഓഫ് ഡയറക്റ്റ് മെത്തഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്. യെസ്. അത് നോക്കണേ നിങ്ങൾ, ഇതിൻ്റെ ആൻസർ വരുന്നത് ലേണർ ഹാസ് ടു അവോയ്ഡ് L1 എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 125ാമത്തെ ചോദ്യം, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ വൊക്കാബുലറി വാസ് ടോട്ട് ത്രൂ ബൈലിംഗൽ വേർഡ് ലിസ്റ്റ്. അത് ശരിയാണ്. ഗ്രാമാറ്റിക്കൽ ആക്യുറസി വാസ് ഗിവൺ, അത് എംഫസിസ് കൊടുത്തിട്ടുണ്ട്. ദ ഫോക്കസ് വാസ് ഓൺ ട്രാൻസ്ലേറ്റിംഗ് ദ സെൻറ്റൻസ് കറക്റ്റ്ലി, അതും ഓക്കെയാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ്. ഈ ഓൾ ഓഫ് ദ എബവ് ഉണ്ടാകുമ്പോൾ മിക്കവാറും എന്ത് ചെയ്യും, അത് തന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരും കേട്ടോ. 125, ലേണിംഗ് ഡിസോർഡർ ദാറ്റ് എഫക്ട്സ് വൺ റൈറ്റിംഗ് എബിലിറ്റി. റൈറ്റിംഗ് എബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുക അത് ഡിസ്ഗ്രാഫിയാണ്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ മാത്സുമായി ബന്ധപ്പെട്ടത്, ഡിസ്ലെക്സിയ റീഡിംഗ് ആണ്, ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ മോട്ടോർ കോർഡിനേഷൻ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലേ, കോർഡിനേഷൻ. സോ അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. 127ാമത്തെ ചോദ്യം, TPR വരുമ്പോൾ എന്താണ്, യൂസസ് കോർഡിനേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ഫിസിക്കൽ മൂവ്മെൻറ്റ്, ഹെൽപ്സ് ലേണേഴ്സ് ലേൺ 12 to 13 വേർഡ്സ് ഇൻ എൻ അവർ, വാസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് അഷർ. ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. റീഡിംഗ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ലേണേഴ്സ് ടു നോ ദെയർ കോംപ്രിഹെൻഷൻ, അത് കറക്റ്റാണ്. വൈൽ റീഡിംഗ് ആക്ടിവിറ്റീസ് ട്രിഗേഴ്സ് പോസിബിലിറ്റീസ് ഓഫ് പ്രിഡിക്ഷൻ, അതും കറക്റ്റാണ്. അപ്പം ബോത്ത് 1 and 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 129ാമത്തെ ചോദ്യം, an individualized training technique which reduces the class size to 10 to 10. അപ്പോൾ നമുക്ക് പറയാം അത് മൈക്രോ ടീച്ചിങ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ 130ാമത്തെ ചോദ്യം, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എയിംസ് അറ്റ് എനേബിളിംഗ് ദ ലേണേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ടാർഗറ്റ് ലാംഗ്വേജ്, ശരിയാണ്. പ്രൊവൈഡ്സ് ഓറൽ ആക്ടിവിറ്റീസ്, ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, മേക്ക് ദ ടീച്ചർ എ ഫെസിലിറ്റേറ്റർ, അതും നോക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ് കേട്ടോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ ബേസിക് സ്കിൽ ഓഫ് ലാംഗ്വേജ്? ലിസണിങ്, ആക്ടിങ്, റീഡിങ്. ആക്ടിങ് വരുന്നില്ല, ലിസണിങ് ഉണ്ട്, റീഡിങ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആൻസർ എന്താ വരിക? ആക്ടിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. യെസ്. എഡിറ്റിംഗ് ഇൻവോൾവ്സ് കറക്റ്റിംഗ് എറേഴ്സ് റിലേറ്റഡ് ടു ഗ്രാമർ എറേഴ്സ് നോക്കണം, മോർഫോളജി വേർഡിൻ്റെത്, സ്പെല്ലിംഗ് നോക്കണം. ഓൾ ദ എബവ് കേട്ടോ. യെസ്. Choreography is pedagogical tool used to dramatize different aspects of a poem അല്ലേ. കൊറിയോഗ്രഫി നമ്മൾ ഡാൻസ് കൊറിയോഗ്രഫി ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. യെസ്. അടുത്തത്, ഹൂ എമംഗ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ കൺസ്ട്രക്റ്റിവിറ്റിസ്റ്റ്. ഇതിൽ നമ്മൾ പാവ്ലോവ് മാത്രമാണ് എന്ത്, ബിഹേവിയറിസ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. സോ അതാണ് നമ്മുടെ ആൻസർ. ഇതൊക്കെ വളരെ ഈസിയാണ്. 135ാമത്തെ ചോദ്യം, ബ്ലൂംസ് ടാക്സോണമിയിൽ വരാത്തത് ഏത്? അത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. നോളേജും കോംപ്രിഹെൻഷനും സിന്തസിസും ഒക്കെ അത് വരുന്നുണ്ട്, എന്നാൽ എന്തില്ല, ക്രിട്ടിക്കൽ തിങ്കിങ് അതിൽ വരുന്നില്ല കേട്ടോ. ഇനി 136ാമത്തെ സ്കിമ്മിങ്ങിനും സ്കാനിങ്ങിനാണ്. സ്കിമ്മിങ് ഇസ് എ സ്റ്റൈൽ ഓഫ് റീഡിംഗ് വിച്ച് ദ റീഡർ ലുക്സ് ഫോർ എ പെർട്ടിക്കുലർ പീസ് ഓഫ്, അല്ല അത് സ്കാനിങ് ആണ് അല്ലേ. ദിസ് ഇസ് സ്കാനിങ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ജസ്റ്റ് അതല്ലെങ്കിൽ അതിൻ്റെ ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കാനിങ് വിത്ത് നോ പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്, അപ്പോൾ രണ്ടും തെറ്റാണ് അല്ലേ. അപ്പോൾ ബോത്ത് 1 and 2 ആർ ഫോൾസ്. ക്വാളിറ്റീസ്, ഹൗ മച്ച് ലേണർ, എത്ര പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് എ ഡീമെറിറ്റ് ഓഫ് മൈക്രോ ടീച്ചിങ്? മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സ്കിൽ ഓറിയൻറ്റഡ് ടെക്നിക് ആൻഡ് ഡസ് നോട്ട് ഫോക്കസ് ഓൺ കോണ്ടൻറ്റിന് ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ ഡീമെറിറ്റ് എന്ന് വിളിക്കുന്നത്. യെസ്. CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 140 നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വരുന്നതാണ്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻ എ ലാംഗ്വേജ്, യൂണിറ്റ് ഓഫ് മീനിങ്, അത് നമ്മുടെ മോർഫീമാണ്. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നതാണ് ഫൊണീം വരുന്നത്. ഡിഫ്തോങ് നിങ്ങൾക്കറിയാം, 2 വവൽ സൗണ്ട് കൂടി ചേർന്നതാണ്. യെസ്. ഇനി കൺസ്ട്രക്റ്റിവിറ്റീസ് അപ്രോച്ച് എനേബിൾസ് ആക്റ്റീവ് ലേണിംഗ്, അലോ ലേണേഴ്സ് ടു കൺസ്ട്രക്ട് നോളജ്, അത് ശരിയാണ്. ദ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ഈസ് ടീച്ചർ ഓറിയൻറ്റഡ് അല്ലല്ലേ, അത് ലേണർ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ only 1 is true. അടുത്ത ചോദ്യം, എ ലെറ്റർ റിട്ടേൺ ടു ദ ഹെഡ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് സ്വാഭാവികമായിട്ട് എന്താവും? ഫോർമൽ റൈറ്റിംഗ് ആണ് വരിക.
Then which among the following is not a characteristic of non-linear multimedia content? അത് ആക്റ്റീവ് കോണ്ടന്റ് പ്രോഗ്രസ് വിത്തൗട്ട് എനി നാവിഗേഷൻ കൺട്രോൾ എന്നുള്ളതാണ് വരുന്നത്. 144 ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഇസ് നോട്ട് എൻ എലമെൻറ്റ് ഓഫ് പ്രോസ്? പ്ലോട്ട് ഉണ്ട്, തീം ഉണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. സ്റ്റാൻസ് എന്തിലാണ് വരിക? വേഴ്സിലല്ലേ വരിക? ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ. 145 ചോദ്യം, ഇംഗ്ലീഷിൽ 44 സൗണ്ട് ഉണ്ട്, അതിൽ 20 വവലാണ്, 24 കോൺസണൻ്റ് ആണ്. രണ്ടാമത്തെ തെറ്റാണ്. അപ്പോൾ നമ്മളുടെ only 1:2 നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 44 സൗണ്ട്, 20 വവൽ, അതിൽ എന്താണ് 12 മോണോഫ്തോങ്, 8 ഡിഫ്തോങ് ആണ് അല്ലേ? അത് നമുക്കറിയാം. ഇനി 146 ചോദ്യം, ദ ഫോം ഓഫ് സ്പോക്കൺ ലാംഗ്വേജ് പെക്യൂലിയർ ടു എ റീജിയൻ അല്ലേ? മലപ്പുറം മലയാളം അല്ലെങ്കിൽ ഇന്ന ഏരിയത്തിലുള്ള മലയാളം എന്ന് പറയുമ്പോൾ അത് ഡയലക്റ്റാണ്. യെസ്, അത് ഓർത്തിരിക്കട്ടോ. യെസ്, അടുത്തത് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് വിത്ത് എൻ ഓപ്പൺ വോക്കൽ ട്രാക്ക്, അതായത് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഒരു സാധനം ഇല്ലാതെ വിത്തൗട്ട് എന്താണ് ഒരു ഒബ്സ്ട്രക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ സാധനം പുറത്ത് വരുന്നത് ഏതാണ് എന്നുള്ളതാണ്. ഇതിൽ അഫ്രിക്കേറ്റ്സ് ഉണ്ട്, ബൈലേബിയൽസ് ഉണ്ട്, വവൽസ് ഉണ്ട്, കോൺസണൻസ് ഉണ്ട്. ഇതിലൊരു സാധനം ആദ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ അഫ്രിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ കോൺസണൻസ് ആണ്, ബൈലേബിയൽസ് എന്ന് പറഞ്ഞാൽ കോൺസണൻസ് ആണ്, കോൺസണൻസ് എന്ന് പറഞ്ഞാൽ കോൺസണൻസ് ആണ്. അപ്പോൾ മൂന്നും കോൺസണൻസ് ആകുമ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? വവൽസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഇല്ലാതെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് വവൽസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് കോൺസണൻ്റ് ആയി കേട്ടോ. യെസ്. Then I wandered lonely as a cloud. സിമിലി അല്ലേ? ലൈക്കും ആസും വെച്ച് കഴിഞ്ഞാൽ സിമിലി ആണെന്നുള്ള കാര്യം അറിയാം. ഇനി 149 ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഇൻറ്റൻസീവ് റീഡിങ്? ഇൻറ്റൻസീവ് റീഡിങ്ങിനെ കുറിച്ചിട്ട് ട്രൂ അല്ലാത്തത് ഏത് എന്നാണ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ മോർ അറ്റൻഷൻ, അതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, IPA ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഇതിനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് ഏകദേശം ഒക്കെ ഒരു മീഡിയം ലെവലിലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ കൃത്യമായിട്ട് സ്കോർ ചെയ്തിട്ട് കാറ്റഗറി 3 നമുക്ക് എന്ത് ചെയ്യാം, കയ്യിൽ കിട്ടുമായിരുന്നു. അപ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്ത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നമ്മൾ ലൈവായിട്ട് നമ്മളെ കാറ്റഗറി 3യുടെ ബാച്ച്, ഇംഗ്ലീഷിൻ്റെ ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1 മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സോ സൈലം ടീച്ചിങ് എക്സാംസ് പുതിയ എന്താണ് ബാച്ചുകൾ, അതായത് കാറ്റഗറി 1 ഉണ്ട്, 2 ഉണ്ട്, 3 മാത്സും ഇംഗ്ലീഷുമാണ് ലൈവായിട്ട് വരുന്നത്. ഇതെല്ലാം ലൈവായിട്ടാണ് വരുന്നത്. അപ്പോൾ കോഴ്സ് ഫീ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. നിങ്ങൾ വളരെ തുച്ഛമായിട്ടുള്ള കുറഞ്ഞ ഫീ ആണ് വരുന്നത്. കാറ്റഗറി 1 1999 കാറ്റഗറി 2 2499, കാറ്റഗറി 3 ആൻഡ് 2 കൂടെ മാത്സും ഇംഗ്ലീഷും 3499 നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, എക്സാമുകൾ, കാര്യങ്ങൾ, ക്ലാസ്സുകൾ ലൈവായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ താല്പര്യമുള്ളവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഈ താഴെ കാണുന്ന ഈ എൻക്വയറി നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരെയും നമുക്ക് ക്ലാസ്സുകളിൽ കാണാമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.